ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കില്ല. അതുപോലെ തന്നെ ഒരു തവണ ഇതുപോലൊന്ന് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് സമയവും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ചോറിന്റെ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. റേഷൻ അരിയോ അരിയോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറി തിരിഞ്ഞും ഇട്ട് കൊടുത്തിട്ട് കൈവിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ അരി 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരിപ്പിലിട്ടിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കപ്പിൽ അളന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ ആയി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിൽ തന്നെ വെച്ചിരിക്കരുത്, അപ്പോൾ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് നന്നായി തണുത്ത് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഒരു പകുതി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് വീണ്ടും മാറ്റിയിട്ടുണ്ട്. അടുത്തതായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്നുകൂടി വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങയും റവയും കൂടെ ഈ ഒരു നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ആയിരിക്കും. നെയ്യില്ലാന്നുണ്ടെങ്കിൽ ബട്ടറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേങ്കിൽ നെയ്യിലാണ് കുറച്ചുകൂടി ടേസ്റ്റും മണമൊക്കെ ഉള്ളത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്ന പലഹാരത്തിന്. ഇനി ഇത് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി തിരിഞ്ഞും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു അരി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാനായിട്ട് 2.5 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടോട് കൂടിയാണ് ഞാനിവിടെ ആ ഒരു അരി വറുത്തതും അതുപോലെ തന്നെ പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നത്. ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് ചെയ്തെടുക്കണം. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാനിൽ തന്നെ ചൂടോടുകൂടി വെച്ചിരുന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അലിഞ്ഞ് നന്നായിട്ട് കട്ടയായിട്ട് പോകും. അങ്ങനെ വരാതിരിക്കാനാണ് ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞില്ല, ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് കുറച്ച് സബോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിവിടെ സബോളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തേങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെയും അതുപോലെ തേങ്ങയുടെയൊക്കെ നെയ്യിൽ മൂത്ത് വരുമ്പോഴുള്ള ആ ഒരു മണവും ടേസ്റ്റൊക്കെ നമുക്ക് ആ ഒരു പലഹാരത്തിൽ കൂടെ കിട്ടും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് വന്നപ്പോൾ ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഫ്ലെയിമും ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാനിൽ തന്നെ വെച്ചിരുന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി റെഡിയായി കിട്ടി. ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.